അസ്സലാമലൈക്കും, എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അബാബിൽ പാലസിൽ കേട്ടാ, വെഡിങ് ഓഡിറ്റോറിയം കേട്ടാ. ഞാനിങ്ങനെ ഉള്ളിലേക്ക് കാണിച്ചു തരാം കേട്ടാ. പിന്നെ ഇവിടുത്തെ എൻട്രൻസ് ആണ് സൂപ്പർ VIP സ്റ്റൈലാണ്. നമുക്ക് ഓഫീസാണ് കാണുന്നത്. പിന്നെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ കപ്പിൾസിനൊക്കെ എടുക്കാൻ പറ്റിയ ഫോട്ടോഷൂട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഫസ്റ്റ് വരുന്നത് അബാബിൽസിന്റെ എൻട്രൻസ് ആണ്. ഈ വഴി കൂടെ വരുമ്പോഴാണ് നമ്മൾ ഹോൾ കല്യാണങ്ങൾ വരുമ്പോൾ ഡെക്കറേറ്റ് ഒക്കെ വരുമ്പോഴാണ് അടിപൊളി. ക്വാളിറ്റി എന്താണെന്ന് അറിയോ? മുട്ടുവേനക്കുള്ളവർക്ക് ഒരു പ്രശ്നവും വരില്ല, കാരണം ഒരൊറ്റ ഫ്ലോറുള്ളൂ, മേലക്കില്ല. പിന്നെയുണ്ടല്ലോ ഇവിടുത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റേജാണ്. വിശാലമായിട്ട് എല്ലാവർക്കും നിൽക്കാം. കഴിയുന്നില്ല പൊന്നും മക്കളെ എന്ത് രസമാണ് ഇവിടുത്തെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ. ഗ്രീൻ റൂം ഉണ്ട് കേട്ടാ, ടച്ചപ്പ് ഒക്കെ ചെയ്യാനും മുഖത്ത് ടച്ചപ്പ് ചെയ്യാനും മേക്കപ്പ് ഇടാനൊക്കെ ഉള്ള റൂം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ രണ്ട് സൈഡിലും സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടാ. പിന്നുണ്ടല്ലോ ഇവിടുത്തെ ചെയറിനെ പറ്റി വെച്ചാൽ നല്ല സോഫ്റ്റ് ഉണ്ടാ. ഇവിടെ തന്നെ ഒരു അപ്പുറത്തും ഇപ്പുറത്തും എക്സെറ്റ് വരുന്നുണ്ട് കേട്ടോ. ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. സൺഗ്ലേസ് ഉണ്ട് ഇവിടെ എല്ലാവർക്കും. ഇവിടെ വന്നിട്ട് ഡൈനിങ് ഹാളാണ് കേട്ടോ. ഇത് ഹോളിനുള്ളിൽ 550 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഡൈനിങ് ഹാളിൽ വന്നിട്ട് 450 പേർക്ക് ഇരിക്കാം കേട്ടോ. ഡൈനിങ് ഹാൾ 17 ആൾക്കാർക്ക് കഴിയാനും പറ്റിയ സൗകര്യം ഉണ്ട് ഇവിടെ. കുട്ടികൾക്ക് പറ്റിയ കഴിയാനുണ്ട്. കുറെ പുറത്തേക്കുള്ള ഡോറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കുറെ ഫാമിലി കൂട്ടുകൂടെ ഇവിടെ. കാര്യം പറയാൻ പറഞ്ഞിട്ടാ, എൻ്റെ കസിൻ്റെ ഹോളാണ് കേട്ടാ, കളിക്കുളം ഭാഗത്താണ് കേട്ടത്. പറിച്ചൊന്നും ഇല്ല കേട്ടോ, ഞാനിങ്ങനെ വന്നപ്പോൾ എടുത്തുന്നുള്ളൂ. ഇനി കിച്ചൺ ഏരിയ. നല്ല സൗകര്യങ്ങൾ, വിശാലമായ കിച്ചണാണ്, നല്ല വൃത്തി വെടുപ്പുണ്ട് കേട്ടാ. ഇവിടെ പാചകം ചെയ്യുന്ന സ്ഥലമാണ് കേട്ടാ. ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ നല്ല വൃത്തിയുണ്ട്. മറ്റുള്ള ഹാളിനേക്കാളും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല വൃത്തിയും സൗകര്യവും ഉണ്ട്. പഞ്ചാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. വിൻഡോസ് ഉണ്ട് കേട്ടോ ഇവിടെ. ബാത്റൂമിലേക്ക് ഉണ്ടാ പോണേ. ഇനി നമ്മൾ സ്ത്രീകളെ ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ. ഇത് കിച്ചൻ്റെ ബാക്ക് സൈഡൊക്കെ. ടോയ്ലറ്റ് അടിപൊളി ടോയ്ലറ്റ് ആണ്, നല്ല വൃത്തിയൊക്കെ ഉണ്ട് ടോയ്ലറ്റ്. ഇത് ബോയ്സിന്റെ സെക്ഷൻ കേട്ടാ. സെപ്പറേറ്റ് ആയിട്ട് ബാത്റൂമും ഉണ്ട് കേട്ടാ. നല്ല വൃത്തിയുണ്ട് കേട്ടാ. ആദ്യം പേടിക്കാൻ നല്ല വൃത്തിയുണ്ട് കേട്ടാ. ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഈ ഭാഗത്ത്. ആദ്യമായിട്ട് നീ ഹോളിലേക്ക് വരണേ. ഞാൻ ഇവിടെ വന്നിട്ടില്ല കല്യാണത്തിനൊന്നും. ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് ഞാൻ നിനക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ വെറുതെ പറയണല്ല, അടിപൊളിയാണ്. ചെടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അധികമൊന്നും ഇല്ല, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഇവിടെ കേട്ടോ വരുന്നത്. പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. പിന്നെ ഇവിടെ ഗാർഡനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കുഞ്ഞി മാവുണ്ട്. അവിടെ ഇങ്ങനെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാനും നല്ല തണലൊക്കെ ഉണ്ട് കേട്ടോ. പ്രയർ റൂമാണ് എൻ്റെ മെയിനായിട്ടുള്ളത്. പിന്നെ അവിടെ ഉള്ളെടുക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ലേഡീസിൻ്റെ പ്രയർ റൂം അവിടെ, ജെൻസിൻ്റെ പ്രയർ റൂം ഇവിടെ.
ഇപ്പം ഇവിടെ ഇറങ്ങാൻ പോകും കേട്ടോ. ഇനിയിപ്പോൾ ബസ്സിന് പോകണം. ബാക്കി വിശേഷമൊക്കെ ആ വീട്ടിൽ വന്നിട്ട് കാണിക്കുക. പിന്നെ ഏതൊരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വെക്കണം. നല്ല സൗകര്യവും വൃത്തിയാണ് കേട്ടോ. ഞങ്ങൾ നടക്കണം കേട്ടോ. ഇത് ദൂരമുണ്ട് നടക്കാനും. ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ നടക്കാം. ഇത് വരുന്നത് തളിക്കുളം പഞ്ചായത്തിൻ്റെ അവിടെ കേട്ടോ. ഞാനിവിടെന്ന് വെച്ചാൽ ഇവിടുത്തെ വീടുകളൊക്കെ നല്ല ഭംഗിയുണ്ട് അങ്ങനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക. അങ്ങനെ പിന്നെ കാണാനുള്ള വീടൊക്കെ ആണെന്ന് പറയുമല്ലോ, നല്ല ഭംഗിയുണ്ടെന്ന്. അതൊക്കെ ഇങ്ങനെ പറയും ഞങ്ങൾ രണ്ടുപേരും. കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇപ്പോഴും ഇഷ്ടം എൻ്റെ കല്യാണത്തിനൊക്കെ പോകാൻ. എനിക്ക് കൂടുതലും സദ്യയാണ് ഇഷ്ടം. ചിലപ്പോൾ ഞാൻ സദ്യ വയ്ക്കാൻ ഇരിക്കുള്ളൂ. ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒന്നും കഴിക്കാൻ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കാറില്ല. പിന്നെ എനിക്ക് എല്ലാ കല്യാണങ്ങൾക്കൊക്കെ ഗാനമേള ഇഷ്ടം. അതുകൊണ്ട് കല്യാണം അടിപൊളിയാവുള്ളൂ. അതിപ്പോൾ അങ്ങനത്തെ ഒക്കെ തന്നെയാണ് ഞാനിപ്പം പറയും. പിന്നെ എന്നിട്ടാണ് ഈ കല്യാണത്തിലൊക്കെ പോകണ്ടെങ്കിൽ നല്ല തിളക്കമുള്ള ഇതുപോലത്തെ തിളക്കുള്ള ഡ്രസ്സ് ഞാനുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ അബാബിൻ്റെ ബോർഡ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പാറക്കല്ല് പോലത്തെ ഇങ്ങനെ റോഡ് പണിയല്ല ഇവിടെ ഇപ്പം. അപ്പം അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇപ്പം വേൾഡ് കപ്പിൻ്റെ കളിയെല്ലാം നടക്കുന്നത്. നിങ്ങളെ ടീമാണ് കമൻറ്റ് കേട്ടാ. ഞാൻ പോർച്ചുഗീൽസ് കേട്ടാ. പറഞ്ഞാലും കുട്ടിക്കാലം തന്നെയാണ് രസം. ഇപ്പം തോന്നും എന്തിനാ വലുതായ. പിന്നെ വീടിൻ്റെ മതിൽ പണിയൊക്കെ കഴിഞ്ഞ് എന്തോ ഭാഗ്യത്തിന് വീട് തന്നെ പോയി. നിങ്ങൾക്ക് പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ കഴിക്കണം ഒക്കെ നിർബന്ധമാണ്. എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ മതി. പിന്നെ എവിടെ പോയാലും നിങ്ങൾ ഐസ്ക്രീം മേടിക്കില്ല. ചൂട് കാലത്തൊക്കെ അതൊക്കെ വേണോ അത് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം, റോഡ് മോശമാണ്. അത് ഇത്രയും പെട്ടെന്ന് ശരിയാക്കണം. നല്ല പിന്നെ നന്നായി വയർക്കുന്നുണ്ട് ഗായ്സ്. പിന്നെ പുതിയ ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ പ്രത്യേകിച്ച് വയർക്കോല. പിന്നെ ആദ്യമായിട്ട് ഇടുന്നത്. നമ്മുടെ റോഡ് പണി ഏകദേശമൊക്കെ ശരിയായി വരുന്നുണ്ട്. ചില വീട്ടിൽ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.